ഒടുക്കം ആശാവർക്കർമാർക്ക് ഒരു പരിഹാരവും കിട്ടാതെ വന്നപ്പോൾ അവർ ആറ്റുകാൽ പൊങ്കാലയിൽ അതിൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ സാധീകരണത്തിന് വേണ്ടിയിട്ട് ആ ഒരു പൊങ്കാലയിൽ പങ്കെടുക്കുകയും ചെയ്തു. അവർക്ക് കിട്ടേണ്ടുള്ള വേതനത്തിന് വേണ്ടിയിട്ട് അവർ കഴിഞ്ഞ ദിവസം പൊങ്കാലയിട്ടു. എന്തായാലും ഇങ്ങനെയുള്ള ഈ ഒരു മുന്നോട്ട് പോക്കിൽ അവിടെ ചില ആളുകൾ കയറിക്കൂടി വലിയ രീതിയിലുള്ള ഷോ കാണിക്കുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ MP ആയിട്ടുള്ള സുരേഷ് ഗോപി കണ്ടിന്യൂ ആയിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, സ്ഥിരമായിട്ട് സന്ദർശിക്കുന്നു, പല വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇത് അറിയിക്കുമെന്ന് പറയുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. എന്നിരുന്നാലും സുരേഷ് ഗോപി അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം UDF എന്ന് പറയുന്ന പാർട്ടി എവിടെയാണ് നിൽക്കുന്നത്? ഒറ്റ സുരേഷ് ഗോപി ഈ പറയുന്ന പ്രതിപക്ഷ ഇത്രയും നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയെ കടത്തിവെട്ടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ എപ്പോഴും എല്ലായിടത്തും സുരേഷ് ഗോപി മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ഫീലിങ്സ് അവിടെ ഉണ്ടായി വരികയാണ്. ഇത് ഈ പൊട്ടന്മാർ, ഈ UDFൻ്റെ നേതാക്കന്മാർ അറിയുന്നില്ലേ എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിരിക്കുന്നത് സുരേഷ് ഗോപിയല്ല, പ്രതിപക്ഷ നേതാവും സുരേഷ് ഗോപിയല്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനും സംഘവും എവിടെ പോയിരുന്ന് ചോറുണ്ണുവാണെന്ന് ആർക്കും അറിയില്ല.